ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ക്രഷിന് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഫീലിങ്സ് ഈ ഒരു സമയം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ്. ഈ ഒരു പേഴ്സൺ ഡേ ഡ്രീമിങ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയാണ്. നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരുടെ ഫീലിങ്സ് പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നുണ്ടാവില്ല ഈ ഒരു സമയം. നിങ്ങളുടെ അടുത്ത് വരണം, അവരുടെ മനസ്സിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറയണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ഡിസൈഡ് ചെയ്യുകയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അട്രാക്ഷൻ ആൻഡ് ഫീലിങ്സ് ഉള്ള കാര്യം നിങ്ങൾക്ക് പലപ്പോഴായി ഫീൽ ചെയ്തിട്ടുമുണ്ടാകാം. ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് മറ്റാരോടും തോന്നാത്ത ഒരു സോൾ കണക്ഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അത്രത്തോളം ഒരു ഇമോഷണൽ ഡെപ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ഫീൽ നിങ്ങൾ അറിഞ്ഞിട്ടും ഉണ്ടാകണം. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ പോലും പരസ്പരം ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മാരേജ് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അവരുടെ ഫാമിലി അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വല്ലാത്ത പേടി തോന്നുന്നുണ്ട്. മനസ്സിൽ വളരെയധികം കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം ഈ ഒരു പേഴ്സൺ ഉള്ളത്. അത് കാരണം മനസ്സിൽ വളരെയധികം സങ്കടം ഉണ്ടാകുകയാണ്. അവർക്ക് നിങ്ങളോട് വളരെയധികം പാഷനബിളായിട്ടുള്ള സ്നേഹമാണുള്ളത്. ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ വരണമെന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ നഷ്ടമാക്കി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ ഒരു പേഴ്സണെ കുറേ നാളായി അറിയാവുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കാം ഈ ഒരു പേഴ്സണോട് ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് മിണ്ടുന്നുണ്ടാവില്ല. മറ്റെന്തെങ്കിലും കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീസെൻ്റായി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തായാലും വൈകാതെ ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്രഷിന് നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉള്ളതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങളെക്കാൾ കൂടുതൽ ഫീലിങ്സ് ആ ഒരു വ്യക്തിക്കായിരിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു പേഴ്സണ് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആ നിലവിലെ സാഹചര്യം എങ്ങനെ ഡീൽ ചെയ്യണമെന്നും
അറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിൽക്കുകയാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് കാണുന്നത്.